എന്നാ അച്ഛാ രാവിലെ പരിപാടി? രാവിലെ ഇന്ന് നല്ല പണി കിട്ടി. എന്നാ? അമ്മയ്ക്ക് തലവേദന, പിന്നെ മൈഗ്രെയിൻ. ഇന്നാൾ നമ്മൾ കൊണ്ടുപോയി, ഒരു 5-6 മാസം മുന്നേ നമ്മൾ കൊണ്ടുപോയില്ലേ? മറ്റേ ചികിത്സ ആയുർവേദം. അവിടെ പോയി മരുന്ന് പിഴിഞ്ഞത് മാറിയതായിരുന്നു, ഇതുവരെ ഉണ്ടായില്ലായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും രാവിലെ മൈഗ്രെയിൻ. അപ്പോൾ നമുക്ക് കാപ്പിക്ക് കപ്പയും മീനും ഒക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ കപ്പ പൊളിച്ച് നമുക്ക് ചെണ്ടക്കപ്പ വയ്ക്കാം. ചെണ്ടക്കപ്പ നമുക്ക് എളുപ്പമുണ്ട്. അച്ചമ്മച്ചിയും കൂടി ഇല്ലാത്തതുകൊണ്ടേ നല്ല പണിയാണ്. വൈകുന്നേരം ഞാൻ വൈദ്യരെ വിളിച്ചായിരുന്നു. വൈദ്യര് പറഞ്ഞു വൈകുന്നേരം ചെല്ല്, പുള്ളി അവിടുന്ന് താമസം മാറി വേറെ സ്ഥലത്താണ്. അപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് ചെയ്യാം. ഇന്നാൾ പുള്ളി പറഞ്ഞായിരുന്നു, മാറിയില്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ വരുമായിരിക്കും. ഇത് ചെറുപ്പത്തിലേ തുടങ്ങിയതല്ലേ, അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് വൈറ്റ് ചെല്ലാൻ പറഞ്ഞു. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടെ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. വൈറ്റ് ചെല്ലണോ? അപ്പോൾ നമുക്ക് കപ്പയും തൈരുമുളകും റെഡിയാക്കാം. മീനൊക്കെ വാങ്ങിച്ചു വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. വൈകുന്നേരത്തേക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. കോപ്പി എന്നാ പരിപാടിയോ? വണ്ടി കഴുകാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ കേട്ടോ. നീ കൂടിയില്ലേ? ഞാൻ ഇന്റീരിയർ മുഴുവൻ ചെയ്തിട്ടാ വന്നേ. ആണോ? കൊള്ളാലോ. നല്ല കപ്പയാണോ അച്ഛേ? നല്ല അടിപൊളി കപ്പയാണ്, നല്ലപോലെ പൊളിഞ്ഞു വരുന്നുണ്ട്. അച്ചമ്മച്ചി പറയണ എന്നാ പറയുമെന്ന് അറിയാമോ? നല്ല പാള പൊളിയുന്ന പോലെ പൊളിയുമെന്ന് പറയും. ശ്രീമതി, ഈ സാധനം കഴുകി വെച്ചിട്ടുണ്ട് കപ്പ. ഇത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയോ, അതോ കണ്ടിച്ചിരുന്നോ? കഴിച്ചിരുന്നോ? എങ്ങനെയുണ്ട് തലവേദന? കുറഞ്ഞോ? ഞാൻ വൈദ്യരെ വിളിച്ചായിരുന്നു. പുള്ളി പറഞ്ഞു വൈകുന്നേരം അവിടുന്ന് താമസം മാറി വേറെ ഒരിടത്ത്. അന്ന് പുള്ളി പറഞ്ഞില്ലായിരുന്നോ വീണ്ടും ഒന്നുകൂടെ ഉണ്ടാവുകയാണ് ചെല്ലാൻ, ഇത്തിരി പഴകിയതാണെങ്കിൽ വീണ്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകിട്ട് പോവാം. ഇതൊന്ന് റെഡിയാക്കാം. ഇത്ര നാളായിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ, പിന്നെ തലവേദന ഉണ്ടായേ ഇല്ലായിരുന്നു. ഇന്നലെ എന്നാ പറ്റിയതാ? മീൻ എന്നാ ചെയ്യണ്ടേ? മീനും കൂടെ എടുത്ത് റെഡിയാക്കിയാലോ? കാപ്പി കുടിച്ചിട്ടുണ്ട് മീൻ. ഇതിനെന്നാ തൈരുമുളക് ഉണ്ടാക്കാം. എന്നാൽ പിന്നെ തൈരുമുളകും കൂടെ അരയ്ക്കാം. ഞാൻ അവിടുന്നേ രാവിലെ ഞാൻ അക്കായെ വിളിച്ചായിരുന്നേ, തമിഴ്നാട്ടിൽ നിന്നേ. അപ്പോൾ അക്കായോട് ഞാൻ പറഞ്ഞു അക്ക വരുമ്പം 1 കിലോ മട്ടനും ഒരു 1/2 കിലോ കരളും, മട്ടൻ്റെ കരളും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അക്ക എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി, എല്ലാം വാങ്ങിച്ച് വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വരുമ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്കും കയറി വരും, അന്നേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്കോ? വരുമ്പോഴത്തേക്കിനും അക്കാടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതിന് എന്താ, ഏത് മസാല ചേർക്കുന്നത്? മസാലയൊക്കെ അവിടുന്ന്, മട്ടൺ മസാലയൊക്കെ അവിടുത്തെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അക്കായെ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യിക്കുന്നൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാകും. അക്കായോട് ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. അക്ക പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മട്ടൻ കൂട്ടത്തിലെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന മട്ടൻ കറി അതിന്റെ മണം അടിച്ച വഴിയെ പോകുന്നവർ പോലും കൂട്ടിപ്പോകും, അതുപോലത്തെ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ. എന്നാൽ പിന്നെ അക്കായോട് തന്നെ ചോദിച്ചിട്ട് അക്കായുടെ റെസിപ്പി തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. വിറകെല്ലാം നമ്മുടെ വിറക് മുഴുവൻ കത്തിച്ച് തീർക്കാനുള്ള ഒരു പരിപാടിയാന്ന് തോന്നുന്നല്ലോ. മഴയില്ലാത്ത സമയത്ത് നമ്മൾ കഞ്ഞി വെക്കുന്നത് വെളിയിലാണല്ലോ. ചോറേ അടുപ്പ വെച്ചാൽ മാത്രമേ ചോറിന് നല്ല എന്നാണ് സുഖമാവുള്ളൂ. കുക്കറി വെച്ചാലൊന്നും ചോറ് അത്ര സുഖമാകത്തില്ലല്ലേ. അപ്പോൾ ഏതായാലും പിന്നെ വിറകെല്ലാം മൊത്തം ഒത്തിരി വിറക് ഇരിപ്പുണ്ട്, അതെല്ലാം മഴയില്ലാത്ത സമയത്ത് കത്തിക്കാനുള്ള പരിപാടി. വിറക് ഇഷ്ടം പോലെ കിടക്കുമല്ലേ. അച്ചമ്മച്ചി ആണെങ്കിൽ ഈ വിറകെല്ലാം പോകുമെന്നൊക്കെ പറഞ്ഞു, എന്നോട് പടുതയൊക്കെ കൊണ്ട് മൂടിയിടണമെന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ ആ പറമ്പിൽ കൂടെ കിടന്ന് കുറെ എല്ലാം മഴ പെയ്യുന്നതിന് മുമ്പ് പെറുക്കി അപ്പുറത്ത് കൊണ്ട് അടുക്കി വെച്ചു. ഇനി വെയിൽ 2 ദിവസം തെളിഞ്ഞിട്ട് വേണം ബാക്കി കൂടെ പെറുക്കി അടുക്കി വെക്കാൻ. വെള്ളം കൂടെ വെച്ചേക്കാം. ഇന്ന് ചോറ് വെക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ള ചോറുണ്ടല്ലോ. ഇന്ന് ഇത് 2 ദിവസത്തിനുള്ളതുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ ഇനി വെച്ചാൽ മതി. വഴുതനങ്ങ പറിക്കുമായിരുന്നു, നമുക്ക് ഇതുണ്ടാക്കാം, ബ്രിഞ്ചാൾ വെച്ച് തീയല്ലോ. വഴുതനങ്ങ ഉണ്ട്, ചേമ്പെല്ലാം പറിക്കാറായി, അത് തോരൻ വെക്കാറായി. നമ്മുടെ ചൂട് ചെണ്ടക്കപ്പേ അടിപൊളി. തൈരുമുളക് സൂപ്പറാ കേട്ടോ. നല്ല കാന്താരി അല്ലേ? കാന്താരി, ചെറിയ ഉള്ളി, തൈര്,
എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പ്രോട്ടീൻ്റെ കലവറയടാ നിനക്ക് വേണ്ട സാധനം കേട്ടോ. അതെ, രാവിലെ നല്ല ചൂട് കപ്പ. നല്ല കപ്പ കേട്ടോ. കഞ്ഞി വേണോ? കഞ്ഞിയോ? ശരിക്കും പറയുകയാണെങ്കിൽ നല്ല നാട്ടിലാണേ ഉണ്ടല്ലോ, ഇവിടെ തണുപ്പായതുകൊണ്ട് നാട്ടിലാണെങ്കിൽ നല്ല കുത്തരിയുടെ പഴയകഞ്ഞി ഒരു 3 കഷ്ണം കപ്പയും കൂടെ ഉണ്ടല്ലോ, പക്ഷേ തൈരും ഉണ്ട് അന്നത്തെ ദിവസമൊക്കെ. കഞ്ഞിയുണ്ട്, വേണോ? എന്നാ കഴിച്ചേക്കല്ലേ? കഴിച്ചോ. കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ടേ തലവേദന പറഞ്ഞോ? തലവേദന കുറവുണ്ട്, എന്നാലും വേദനയുണ്ട്. മീൻകറി വെക്കുവാണോ? മീൻകറി വെക്കാം. ചൂരമീനായിരുന്നേ. അതിനുള്ള കടുകൊക്കെ പൊട്ടിച്ചു, ഉലുവായും പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് വെക്കുന്നത്. മീനെല്ലാം വെട്ടി കഴുകി വെച്ചു. മസാല എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇനി മീൻ ഇടാല്ലേ? ഇനി മസാല ഒന്ന് നല്ലതായിട്ട് സെറ്റ് ആക്കി എടുക്കാം. ഇതെന്നാ മഞ്ഞൾപ്പൊടിയോ? ഇത് മഞ്ഞൾപ്പൊടി. ഞാൻ മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കുകയല്ലേ, മഞ്ഞളും മുളകും മാത്രമേ ചേർക്കുള്ളൂ. മുളക് പൊടിയും കൂടെ അതായിരിക്കും ഇഷ്ടം. അക്ക വരുമായിരിക്കും മട്ടനും ലിവറും ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ മീൻകറി എനിക്ക് മാത്രം മതിയായിരിക്കുമല്ലോ അല്ലേ? എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടേ കുറച്ചുകൂടി. അമ്മ മട്ടനും കൂട്ടത്തില്ലല്ലോ. എനിക്ക് മട്ടൻ വേണ്ട. അരപ്പൊക്കെ നല്ലതായിട്ട് മൊത്തം നമുക്ക് ഇതിനകത്തൊരു പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാതെ. പുളി ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചത്. മീൻകറിയുടെ ഗ്രേവി ഇച്ചിരി ഡാർക്കായിട്ടിരിക്കണം. അതിനാ പൊടി ഇത്രയും നേരം മൂപ്പിച്ചത്. പിന്നെ നമ്മളിതിനകത്തോട്ട് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഒത്തിരി ചാറില്ലാതെ കുറുകിയിരുന്നാ പോരെ? മതിയെന്ന് പറയും. എന്നിട്ട് ചാറ് വേണം താനും. അതിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഡാർക്കായി. ഇനി ഇതിനകത്തെ ചൂരമീൻ ഇച്ചിരി ഉറപ്പ് കുറവായിരിക്കുവേ. അപ്പം കഷ്ണം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ച കടുക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. കടുകോ? മീൻ കഷ്ണത്തിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ച കടുക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അരപ്പെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണം കൂടെ പെറുക്കി ഇട്ട് കൊടുക്കാം. വെട്ടി തിളക്കുന്നുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്നല്ലേ? മീനും കൂടെ പെറുക്കി ഇട്ട് കൊടുക്കാതെ നീ അവിടെ കിടന്ന് വേവട്ടല്ലേ? ഇനി എന്നിട്ട് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് മൂടി വെച്ചിട്ട് ഇവിടെ വേകട്ടെ. അപ്പോഴേക്കും കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും കൂടെ വെക്കാവേ. കോവയ്ക്കാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ഒന്ന് മെഴുക്കുവരട്ടി വെക്കാം. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. നമ്മുടെ ഉച്ചയൂണ് റെഡിയായി. ചോറും കോവയ്ക്കാൻ മെഴുക്കുവരട്ടി, മത്തങ്ങായും പയറും ചാറ്, മീൻകറി. നമുക്ക് കഴിച്ചിട്ട് ഒരുറക്കം ഉറങ്ങണമെന്ന് തോന്നുന്നു. ഞാനേ തലവേദന വന്നിട്ട് ഒരു പാരസെറ്റാമോൾ ഞാൻ കഴിച്ചു. അതിന്റെ ഒരു ക്ഷീണം അങ്ങ് തലയ്ക്ക് മന്തിപ്പായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ വൈദ്യുതി മരുന്നെല്ലാം പറിച്ചു കൊണ്ടു വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ ചെല്ലാനാ പറഞ്ഞു. നമുക്കൊരു 5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇപ്പൊ സമയം എത്രയായി? 3 മണി കഴിയുന്നുണ്ടായി. ഇപ്പൊ സമയം 3 മണിയായി. വേണേ ഊണും കഴിഞ്ഞ് കയറി കിടന്ന് ഉറങ്ങിക്കോ. 5 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചേക്കാം. 5:05 പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയിട്ടേ വൈദ്യുതി ഒന്ന് പോയി കണ്ട്. വൈദ്യുതി താമസം മാറി കേട്ടോ. അവിടുന്ന് മാറിയില്ലേ? വൈദ്യുതി ഞാൻ വിളിച്ചപ്പം വൈദ്യുതി പറഞ്ഞ് പുള്ളിക്ക് ഇപ്പോൾ ജോലി ഒക്കെ കുറവായിരുന്നു അവിടെ എസ്റ്റേറ്റിലൊക്കെ. അതുകൊണ്ട് പുള്ളി കടശിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഈ ചെറിയ ചെറിയ സ്ഥലങ്ങൾ നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പം വൈദ്യുതി പറഞ്ഞ് കടശിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് മുന്നേ ഒരു അമ്പലമുണ്ട്. അതിനടുത്തായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് മംഗളാദേവി എസ്റ്റേറ്റ് എന്നാണ്. മംഗളാദേവി എന്നാ സ്ഥലപ്പേര്. മംഗളാദേവി ശരിക്കും നമ്മൾ കേൾക്കുന്ന മംഗളാദേവി കുമളി മംഗളാദേവി അമ്പലമൊക്കെ അല്ലേ നമ്മൾ ഇന്നാൾ പോയില്ലേ? അത് വർഷത്തിൽ ഒരു പ്രാവശ്യം കയറ്റി വിടത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഏത് മംഗളാദേവി? എന്നോട് പറഞ്ഞു അവിടെ ഒരു മംഗളാദേവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വന്നാൽ മതി, അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. ഇല്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഈ പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി നോക്കാം. 6 മണിക്ക് മുന്നേ ചെല്ലണമെന്ന് പറഞ്ഞു കേട്ടോ. 6 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോകുന്ന റൂട്ട് ഏതാണെന്നറിയാമോ? പോകുന്ന റൂട്ട് കമ്പംമെട്ട് മുതൽ കമ്പംമെട്ട് നിന്ന് നമ്മൾ നേരെ കുമളി റൂട്ടിൽ പോകും. കമ്പംമെട്ട് കുമളി റൂട്ടിലാണ് ഈ മംഗളാദേവി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. എന്നാ പോയിട്ട് വരാം.
ഇതാണ് കമ്പംമെട്ടിലുള്ള ഒരു പള്ളിയാട്ടോ ഈ വലത്തെ സൈഡിൽ. ഇന്നലെ എങ്ങനെ നടന്നതാ? ഇന്നലെ പെരുന്നാളായിരുന്നു ഇവിടെ അല്ലേ? ഇന്നലെ പെരുന്നാളായിരുന്നു. കഴിഞ്ഞെന്ന് തോന്നുന്നു. പെരുന്നാൾ കഴിഞ്ഞ് കടയെല്ലാം പൊളിച്ച് ആൾക്കാരും പോയി. ഞാൻ അതാ പറഞ്ഞു, ഇന്നലെ എന്തേരം കടയുണ്ടായിരുന്നത്. അതെ അതെ. ഇനിയിപ്പം ഉത്സവം പെരുന്നാളൊക്കെ സീസണായി. ഇനിയിപ്പം വെയിലായി കേട്ടോ. ഏലം കണ്ടോ? ഏലത്തിന്റെ എല്ലാ ഇലയൊക്കെ ഉണങ്ങാൻ തുടങ്ങിയത് കണ്ടോ? അതെ. ഇനി ഒരു 3 മാസം വെള്ളമായിട്ട് ഏലത്തിന്റെ പുറകെ നടക്കണം. വെയിലും തെളിയുമ്പോ ഭയങ്കര വെയിലല്ലേ അതാ. നമ്മളുണ്ടല്ലോ 2 വഴിക്ക് പോകാം ഇതിലേ. ഇവിടുന്ന് ഇതിപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കണ്ടോ പുറ്റടി വണ്ടമ്മേട്, വലത്തോട്ട് പോയാൽ വണ്ടമ്മേട്, നേരെ പോയാൽ പുറ്റടി നെറ്റിത്തൊഴു, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന എളുപ്പം. വലത്തോട്ട് പോയാൽ നമ്മൾ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വേണം ചെല്ലാൻ. ഇവിടം പോലെ തന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. ഉണ്ട്. ഇവിടെ എല്ലാം 2-3 സ്ഥലങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തെറ്റിപ്പോകും ചിലപ്പോൾ. ഇരട്ടകളാന്ന് തോന്നുന്നു. ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ? ഇത് തമിഴ്നാടിന്റെ ബൗണ്ടറി വനമാണ് കേട്ടോ. ഇടത്തെ സൈഡ് ആ ഇല്ലിയൊക്കെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ കൊച്ചറ ചെല്ലും. കൊച്ചറ വഴി ചെന്ന് നമ്മൾ പെട്ടെന്ന് പോവാം. ഇവിടെ കണ്ട ഒരു പഴയ കാലമൊക്കെ പോലെയല്ലേ? ഇത് പഴയ കാലമാണ്. ഈ കൊച്ചറ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പാടെ നെൽകൃഷിയുള്ളത് ഈ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. നല്ല ഇവിടെ കാണാൻ നല്ല രസമാണ്. ഇതുണ്ടോ നെല്ല് കൊയ്യുന്ന മെഷീനൊക്കെ കിടക്കുന്നുണ്ടോ? ഇവിടെ ഇതുണ്ടോ ട്രാക്ടറിന് ഒഴുകുന്നുണ്ടോ? എല്ലാ സംഭവം ഉണ്ട്. ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരുമ്പോ കാണാലോ ഇവിടെ കൊണ്ടുവന്ന നെല്ല് കൊയ്ത് കൂട്ടി വെച്ചേക്കുന്നത്. നെല്ല് ഇത് മില്ലും ഉണ്ട് കേട്ടോ. നെല്ല് കുത്തുന്നേ എല്ലാം പഴയ കാലം പോലെ തന്നെ. ഇതായിരുന്നു നല്ലതല്ലേ? ഇവിടെ ഒക്കെ കാണുമ്പോഴേ പഴയ സിനിമ കാണുന്ന ഒരു ഫീലൊക്കെ വരുന്നത്. നെറ്റിത്തൊഴു എന്ന് പറഞ്ഞ സ്ഥലം വന്നു കേട്ടോ. ഇതിലേ വന്നിട്ടുണ്ടോ നേരത്തെ? കുറെ വന്നിട്ടുണ്ടല്ലേ? ഇതാണ് നെറ്റിത്തൊഴു. ഇതെല്ലാ സ്ഥലങ്ങളല്ലേ? നെറ്റിത്തൊഴു നല്ലൊരു സിറ്റിയാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ ഓർത്തോണ്ടില്ല കൊച്ചറ എന്ന് പറയുമ്പോ ഇവിടെ വരുന്നു ഇങ്ങനെ. ഇത് കൊച്ചറയുടെ ഒരു ഭാഗമാണ്. പഴയ കൊച്ചറ പുതിയ കൊച്ചറ എന്നൊക്കെ 2 സ്ഥലമുണ്ട്. രണ്ടും അടുത്തടുത്താ. ഇത് നെറ്റിത്തൊഴു എന്ന് പറയും ഈ ഭാഗം. ഇനി ഇവിടുന്ന് ചെന്നിട്ട് നമുക്ക് വലത്തോട്ട് പോകണം. വലത്തോട്ട് നേരെ പോകുന്ന ഒരു വഴിയുണ്ട്. അത് നമ്മൾ ഇന്നാൾ പോയില്ലേ, ചെല്ലാർകോവിൽ പോയില്ലേ? ആ ചെല്ലാർകോവിൽ പോകുന്ന വഴിയാണ് ഈ വളം അങ്ങ് തിരിഞ്ഞ് ചെല്ലുമ്പം നേരെ പോകുന്നത് പള്ളിയുടെ സൈഡിൽ കൂടെ. ആ കിടക്കുന്ന വഴിയുണ്ടോ? ആ ചെടിയൊക്കെ നിൽക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോകണം. നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്ന വഴിയായി. നമ്മളെ ബസ് പോകുന്ന ഇതിലേ അല്ലേ കുമളിക്കുള്ളത്? നമ്മുടെ ഇതിലേ വരുന്നേ ഈ വഴിയല്ലേ? ഇതിലേ വന്ന് പോകും. ഇതില് കൊച്ചറ നെറ്റിത്തൊഴു വഴി വന്ന് കുറ്റടി ആമയാറ് അതിലേ അങ്ങനെ പോകും. ഇത് കണ്ടോ? ഇതാ കേട്ടോ ഈ പുറ്റടി എന്ന സ്ഥലത്തുള്ള സ്പൈസസ് പാർക്കാ കേട്ടോ. കണ്ടോ? മേളിൽ വേറൊരെണ്ണം കൂടെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടല്ലോ. ഹിന്ദിയിൽ എഴുതിയേക്കുന്ന വായിച്ചടി. സ്പൈസസ് പാർക്ക് പുറ്റടി. അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. മേളിൽ ഹിന്ദിയിൽ. അത് തന്നെയല്ലേ പറയുന്നത്. ഹിന്ദി വായിക്കാൻ അറിയാലോ. മസാല പാർക്ക് പുറ്റടി ഉണ്ടോ? അങ്ങനെയാണോ? എന്നെ കൊണ്ടല്ലോ വായിപ്പിക്കണ്ട, കുഞ്ഞെ കൊണ്ടാ ഹിന്ദി വായിപ്പിക്കണ്ടേ. എനിക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാം. അറിയാലേ? എഴുതാൻ അറിയത്തില്ലെങ്കിലും വായിക്കാൻ അറിയാം. ഇതാണ് നമ്മൾ പുറ്റടി ജംഗ്ഷനിലേക്ക് ചെന്ന് കയറുക കേട്ടോ. അവിടെ രാമ്പൽക്കുളം ഉണ്ടായിരുന്നു കേട്ടോ ആ സൈഡില്. ഇനിയിപ്പം നമ്മള് പാസ്സായി പോകുന്നില്ലേ? നല്ല രസമുണ്ടല്ലോ. ഇനി സൂര്യൻ അസ്തമിക്കാനൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോ അവിടെ ചെല്ലണമെന്നാ പറഞ്ഞേക്കുന്നത് വൈദ്യര്. ഇതുണ്ടോ ഈ വലത്തോട്ട് പോകുന്നത് മൂന്നാറ്, പുളിയമ്മല, കട്ടപ്പന ഒക്കെ വലത്തേക്ക് പോകും. നേരെ പോകുന്നത് കുമളി പോകും. നമുക്ക് കുമളി റൂട്ടിലാണ് പോകേണ്ടത്. ഇതാണ് പുറ്റടി അല്ലേ? പോപ്പി പുറ്റടി അല്ലേ? പോപ്പിയുടെ സ്ഥലം ഇതൊക്കെ. നിന്റെ ഏരിയ അല്ലേ ഇതൊക്കെ? അപ്പൊ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ബസ് കിട്ടാതെ വരുമ്പോ ഇതിലൊക്കെ കറങ്ങി തെറ്റിയാ വരുന്നത്. നമ്മൾ പോകുന്ന ഹൈവേന്നേ ലെഫ്റ്റ് മാറി ഒരു റോഡെ കയറി മേളോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമുക്കിവിടെ ഒരു പഴയൊരു ഗ്രാനൈറ്റ് കോറിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ പ്രാവശ്യം വന്നതാ ഇവിടെ കേറിയിട്ടുണ്ട്. ഒത്തിരി നാളായി. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ ഏരിയ കാണാനായിട്ട്. ഈ ഒരു കുറെ പാറയുള്ള ഏരിയ ഉണ്ട് അവിടെ. പണ്ട് കാലത്ത് ആരോ വെട്ടിയിരുന്നൊക്കെയാണെന്നോ തോന്നുന്നത്. കണ്ടോ പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ? നല്ല
ഗ്രാനൈറ്റ് ആണോ ഇത്? കല്ല് അതെ. വെട്ടിയെടുത്തേക്കുന്നത് അല്ലേ? കുറെ ഉണ്ട്, മേളിലൊന്ന് കയറി നോക്കാവേ. നമ്മൾ അന്ന് വന്നപ്പം കുറെ നേരം അന്ന് ഇതുപോലെ വൈകുന്നേരം കണ്ടാ വന്നത്. അതെ അതെ. കേറി നമ്മള് കുറെ നേരം വണ്ടി കയറി പോവോ നോക്കാം. എവിടെ ഉണ്ടോ? സൂര്യൻ അസ്തമിക്കാറായി വരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ശരിക്കും ഈ പ്രകൃതിയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നോക്കിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ കല്ലൊക്കെ ആണെങ്കിൽ തന്നെ ഏതെല്ലാം സൈസ് കല്ലുകളാ. അതൊക്കെ നല്ല ഇതിനെ അവിടെ നിന്ന് മേളിലോട്ട് നിന്ന് കയറി നോക്കാവേ. എന്നിട്ട് ഞങ്ങൾ ഈ കർണാടകയൊക്കെ ചെല്ലുമ്പോഴേ ഈ ട്രെയിലറയിൽ ഇതുപോലത്തെ പാറകൾ കൊണ്ടുവരുന്ന കാണാമായിരുന്നു, ലോറിയായിട്ട് നമ്മൾ പോകുന്ന സമയത്ത്. ഇതെല്ലാം ഗ്രാനൈറ്റ് ഉണ്ട്. ഇത് ഫാക്ടറി കൊണ്ടുപോയിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഒരേ ഷേപ്പിലേ അതെല്ലാം ഒരേ വലുപ്പത്തിലുള്ള. അതെങ്ങനെ കട്ട് ചെയ്തെടുക്കും അല്ലേ ഒരേ വലുപ്പത്തിൽ? ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് മുമ്പിച്ചേക്കുന്ന കണ്ടോ, കണ്ടോ? ഇതൊക്കെ നേരത്തെ ചെയ്തതായിരിക്കും, ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഡ്രില്ല് ചെയ്ത് അങ്ങേറ്റം വരെ ഒരേ ലെവലിന് ഡ്രില്ല് ചെയ്തേക്കോ, കണ്ടോ? എന്നിട്ടാണ് ഇത് മുറിച്ചെടുത്തോണ്ടിരുന്നത്. ഇതെന്നെ വലിയ കുഴിയാന്ന് നോക്കി. അതെ, അതല്ല, അത്രയും ഹൈറ്റിൽ അത്രയും വലിപ്പത്തിലല്ലേ ഇത് എടുക്കുന്നത്. ഇതെല്ലാം ഒത്തിരി മൂടിപ്പോയി. അതെ അതെ അതെ. ഓണൊക്കെ അതിനകത്ത് പോയെങ്കിൽ അതിലേ പോകത്തുള്ളൂ കേട്ടോ. ഇത് വലിയ ട്രെയിലറല്ലേ ഈ കല്ല് കൊണ്ടുപോകുന്നത്. ഇതിന്റെ അടിവശം കാണത്തില്ല. അതുപോലത്തെ കല്ലുകളാണ്. ഇത് കണ്ടോ, ആ കല്ലിന്റെ കളർ വ്യത്യാസം കണ്ടോ? അതുകൊണ്ടാണ് ഇത് ഗ്രാനൈറ്റ് കോറി ആയിട്ട് അങ്ങാണ്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ശരിക്കും ഗ്രാനൈറ്റ് അത്. അതുകൊണ്ട് ആ മലയുടെ മേളിൽ കണ്ടോ ഒരു വലിയ കല്ലിരിക്കുന്നത്. അവിടെ എന്തോ പ്രത്യേകത ഉള്ളതല്ലേ? അവിടെ കുറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവിടെ. അത് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു അവിടെ ഏതാണ്ട് അമ്പലം ഏതാണ്ട് ഉണ്ടെന്ന്. പക്ഷെ പോയി നോക്കാന്ന് പറയാം. എന്തേലും നടന്നാലന്ന് കണ്ടോ, ആ വഴിയുണ്ടോ? ഒത്തിരി പോകാനുണ്ട്. പിന്നൊരിക്കലാകാം, സമയമില്ല. അത് കണ്ടോ, ആ വാഴക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു വീടും താഴെ കുറെ ഇതൊക്കെ ഉണ്ടല്ലേ. ആടാണോ? എടാ പോപ്പി, ആ സാധനം പോയി എടുത്തോണ്ട് വരാമോ? ആ പാറ. അതെ, നമ്മുടെ ജവാൻ പോകുന്നുണ്ട് പാറ എടുക്കാനായിട്ട്. കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ അവനെ കൊണ്ടാ പണിയെടുപ്പിക്കുന്നത് അല്ലേ? ഇവിടെ എന്നാ ഉള്ളതെന്നൊക്കെ നോക്കാനായിട്ട് വിട്ടേക്കുക. പോയി നോക്കട്ടെ. റേഞ്ചൊക്കെ നോക്കി അങ്ങ് വരെ ചെല്ലുവോ, കിട്ടുമോ എന്നൊക്കെ. ചാർജ് ഉണ്ടോ? ഇത് കണ്ടോ, ഒരു ഗ്രാനൈറ്റ് കല്ല് കണ്ടോ, നല്ല മിനുസമല്ലേ ഇത്. ഇത് പിന്നീട് പോളിഷ് ചെയ്തെടുക്കണം. ഇത് ഫാക്ടറി കൊണ്ട് പോളിഷ് ചെയ്തെടുക്കുന്ന, കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം പണ്ട് എടുത്തു വെച്ചിരുന്ന സാധനങ്ങളാണ്. വീട് പണിയുമ്പം കട്ട് ചെയ്തെടുക്കാം അല്ലേ? അത് കൊള്ളാം. അന്നേരം അറിയാൻ ചോദിക്കാൻ ആളുണ്ടോന്നല്ലേ. മരുന്നിന് പോകാനായിട്ട് വന്ന ആളെ ഇവിടെ കണ്ടപ്പോഴത്തേക്കിനും മരുന്നില്ല. അവിടെ പോയി വായും വിളിച്ചിരിക്കാന്ന്. വരുന്നോ? പോയേക്കാം. എന്തേരം കല്ലാന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങോട്ട് ആ സൈഡിലേക്കെല്ലാം ഉണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് അങ്ങ് ചെല്ലണമെന്നാ പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് 15 കിലോമീറ്റർ കേട്ടോ കുമളി. നമുക്കൊരു ശക്കരം ദൂരം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ സ്ഥലമെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ മംഗളാദേവി എന്നും പറഞ്ഞൊരു സ്ഥലമാണ്. ഇതാണ് സ്ഥലം. നമുക്ക് ഇവിടെ ഇട്ടിട്ട് ആ കാറ് കിടക്കുന്നുണ്ടോ ഇനി? അതിനപ്പുറത്തൊരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ടോ? ആ കാറ് കിടക്കുന്ന ഈ മംഗളാദേവി എസ്റ്റേറ്റിൻ്റെ വാതക്കലാണ്. അതാണ് ഗേറ്റ്. നമുക്ക് ഇതിലെ ഇടത്തോട്ടാണ് കയറി പോകേണ്ടത്. നമുക്ക് പോയിട്ട് വരാം അല്ലേ? നിങ്ങൾ വണ്ടിയിലിരിക്കുവാണോ?
ഞങ്ങൾ പോയിട്ട് വരാം. ഇതാണ് മംഗളാദേവി അവര് പറഞ്ഞ എസ്റ്റേറ്റിന്റെ ഗേറ്റ്. അവരെപ്പം കുറെ മരങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ മരങ്ങൾ. ആ പഴയ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? ഏറെ പഴയതാ തോന്നുന്നു മരമൊക്കെ കണ്ടിട്ട്. അവരെപ്പം മരുന്നീയാൻ പോയേക്കുവാ. ഈ സ്ഥലം ഒരുമാതിരി പഴയ സെറ്റപ്പില് തമിഴ്നാട് പോലെയൊക്കെ ആലേ. അമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? മരുന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് നല്ലൊരു തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. അതെ, നേരത്തെ ഒന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും പഴകിയതായതുകൊണ്ട് എനിക്ക് ഒരുമാതിരി ചെറുപ്പത്തിലൊരു 8ാം ക്ലാസ് ഒക്കെ തൊട്ട് തുടങ്ങിയതായതുകൊണ്ട് 1-2 തവണയെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു അന്ന്. അത്രയും പഴക്കമുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അത്രയും പഴക്കമുള്ളതായിരുന്നു. പക്ഷെ എനിക്കൊരു 5 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. തലവേദനയേ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞു. ദൈവമേ, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ. അതെ, അയ്യോ, കുഴപ്പമില്ല. ഏതായാലും തലയ്ക്ക് നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ചു പോയേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.